കഴിഞ്ഞ സ്റ്റെപ്പിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളൊക്കെ. ഈ പാഠങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും, അത് ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മറ്റൊരു ക്ലയന്റ് സമാന സന്ദർഭത്തിൽ എഴുതിയിട്ടുള്ള 1-2 പോയിന്റ്സ് ഞാൻ ഇവിടെ പറയാം. അപ്പൊ നിങ്ങൾ പെട്ടെന്നായിട്ട് കണക്ട് ആവും. ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതിയേക്കുന്ന ഒരു കാര്യം ഐ ഫീൽ ആംഗ്രി എന്നുള്ളതാണ്. എനിക്ക് ദേഷ്യം വരും എന്നുള്ളത്. അതിനകത്ത് നിന്ന് എന്ത് പാഠം പഠിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ക്ലയന്റ് പറഞ്ഞത്, ഒരാൾ എന്നെ പറ്റിച്ചാൽ, എന്നെ ചീറ്റ് ചെയ്താൽ എനിക്ക് ദേഷ്യം വരും എന്നുള്ളതാണ്. നമുക്ക് ഏതൊക്കെ സമയത്താണ് ദേഷ്യം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠം തന്നെയാണ്. നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിക്കോഷൻ എടുക്കാനായിട്ട് പറ്റും. അതിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് കൺവെർട്ട് ചെയ്യാം എന്ന് ചോദിച്ചപ്പോൾ ക്ലയന്റ് തന്നെ വളരെ ഇന്റലിജന്റ് ആയിട്ട് പറഞ്ഞത്, നമുക്ക് ദേഷ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ നമ്മളെ ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നതും അവരെ ജഡ്ജ് ചെയ്യുന്നതും ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആകണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതാണ് അവിടുത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് ക്ലയന്റ് തന്നെ എത്തി. അടുത്തത് പ്ലാനിങ് ആണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് സൈക്കോളജിക്കലി ഇംപ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് മറ്റുള്ളവരെ അനലൈസ് ചെയ്യുന്നത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും ഗൂഗിളിൽ ആദ്യം സെർച്ച് ചെയ്ത് നോക്കുക. അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകളുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. ഇതെല്ലാം പതുക്കെ നമ്മൾ ഇത് സെർച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മൂഡ് മാറിയിട്ട് മറ്റൊരു ഗോളിലേക്ക്, മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പതുക്കെ നമ്മൾ അറിയാതെ പോയി തുടങ്ങും. നെക്സ്റ്റ് ആക്ഷൻ ആണ്.